ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിറയെ കുരുവും പാടുകളും പിഗ്മെന്റേഷനും അവിടെ ഇവിടെ ആയിട്ടുള്ള ഡൾനെസ്സും സ്കിന്ന് മൊത്തത്തിൽ നാശമായിട്ടിരുന്ന എൻ്റെ സ്കിന്ന് കുറേ അധികം നന്നായത് ചില ഫുഡുകൾ ഒഴിവാക്കിയപ്പോഴും ചില ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്തപ്പോഴാണ് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ആ ഒഴിവാക്കിയ ഫുഡ് ഇടയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ പണി കിട്ടാറുണ്ട്, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഫുഡുകൾ നല്ല രീതിക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തപ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ സ്കിന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങൾക്ക് നല്ലോണം ഓയിലി അല്ലെങ്കിൽ എപ്പോഴും കുരുവരുന്ന ടൈപ്പ് സ്കിന്നാണെങ്കിൽ, നിങ്ങൾക്ക് ഭയങ്കര പിഗ്മെന്റേഷൻ ഏജ്ഡ് ആയിട്ട് തോന്നിക്കുന്ന സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഞാൻ ഒഴിവാക്കിയ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഒഴിവാക്കി നോക്കാം. അപ്പം നിങ്ങൾക്ക് അതൊരു നല്ല കാര്യമില്ല. അപ്പം അതാ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എൻ്റെ ഒരു വീഡിയോ ചെയ്യാന്ന്. അപ്പോൾ നമുക്ക് നേരം കളയാണ്ട് പെട്ടെന്ന് തന്നെ നോക്കാം. ആദ്യം തന്നെ ഞാൻ ഒഴിവാക്കിയ ഫുഡ് പറയാം കേട്ടോ. എന്താണെന്നറിയോ? പാലാണ്. പാൽ ഒഴിവാക്കാൻ കാരണം ഞാൻ കാപ്പിയുടെ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. ഒരു ദിവസം ഒരു 2 കാപ്പി മിനിമം പോയില്ലെങ്കിൽ എൻ്റെ ഒരു ദിവസം പോവില്ല എന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. എൻ്റെ അമ്മ ചീത്ത പറയും, എൻ്റെ ഹസ്ബൻഡ് ചീത്ത പറയും, എൻ്റെ മക്കൾ വരെ പറയും അമ്മ കാപ്പി ഭ്രാന്തിയാന്ന്. എന്നെ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സ് പറയും നീ കാപ്പി ഭ്രാന്തിയാന്ന്. കാരണം അത്രയും അഡിക്റ്റഡ് ആയിരുന്നു കാപ്പിക്ക്. അതായത് പാലൊഴിച്ച് കാപ്പി തന്നെ വേണമായിരുന്നു. അതിൽ പഞ്ചസാര വേണമെന്നില്ല. ഞാൻ പഞ്ചസാര ഒരു 5, 6, 7, 8 കൊല്ലമായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ശർക്കര ഉപയോഗിച്ചിരുന്നു. അപ്പൊ അതാണ്. പക്ഷെ കാപ്പി വേണമായിരുന്നു. അപ്പൊ അതിൽ പാലൊഴിച്ച് കാപ്പി നിർബന്ധമാണ്. അപ്പോൾ ഞാൻ കാപ്പി നിർത്താം എന്ന് വിചാരിച്ചപ്പോൾ ഒപ്പം നിർത്തിയൊരു കാര്യമാണ് പാല്. അപ്പൊ ഞാൻ 2 കാര്യങ്ങൾ ഒഴിവാക്കിയ ഫുഡ് പറഞ്ഞു. ഒന്ന് കാപ്പിയും ഒന്ന് പാലും. ഈ പാൽ ഒഴിവാക്കിയപ്പോൾ എനിക്ക് വലിയൊരു ചേഞ്ചാണ് വന്നത്. എൻ്റെ മുഖക്കുരു എവിടേക്കാ പോയെന്ന് പറയാൻ പറ്റുന്നില്ല. ഒപ്പം നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ പാല് ഒഴിവാക്കിയപ്പോൾ നല്ല രീതിക്ക് തന്നെ വ്യത്യാസം വന്നു എന്ന് തോന്നിയത് പാലിന്റെ ഉപയോഗം. നമ്മൾ എവിടേക്കെങ്കിലൊക്കെ ഒരു ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇടയിൽ നമ്മൾ ടയേർഡാകുമ്പോൾ എല്ലാവരും കാപ്പി കുടിക്കും. അപ്പം ഞാനിങ്ങനെ വേണ്ടാന്ന് വെച്ചതാണ്, എന്നാലും ഒന്ന് കുടിച്ചു നോക്കാം എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ കുടിച്ചു. അത് ചിലപ്പോൾ 1 ദിവസം 2 ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പം പൊന്തും, ചറ പറ 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 വരും. അപ്പം എന്ത് മനസ്സിലായി? അതിൽ നിന്ന് എനിക്ക് പാൽ എൻ്റെ സ്കിന്നിന് നോ ആണ്. അതായത് സ്കിന്നിന് അലർജി അല്ലെങ്കിൽ സ്കിന്നിന് സ്യൂട്ട് ആവില്ല. അപ്പൊ ഞാനത് മനസ്സിലാക്കി. ഇനി പാലിന്റെ ഞാൻ എന്നിട്ടും പഠിച്ചില്ല കേട്ടോ. കാപ്പി ഒഴിവാക്കി, പാൽ ഒഴിവാക്കി. പക്ഷെ ഷെയ്ക്ക്, ഐസ്ക്രീം, എനിക്ക് മധുരത്തിനോട് ചെറിയ ലാഞ്ചന കൂടുതലുള്ള ഒരു ടൈപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പോയി ഷെയ്ക്ക് കുടിക്കും. എല്ലാവരും കുടിക്കുമ്പോൾ ഞാൻ ആസ്വദിച്ച് കുടിക്കും ഷെയ്ക്ക്. അതുപോലെ തന്നെ ഒരെണ്ണം കുടിച്ച വലിയ പ്രശ്നമില്ല. പക്ഷെ എനിക്ക് നമ്മൾ എന്തെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഐസ്ക്രീം കഴിച്ച് അപ്പോഴും പാലുണ്ട്. അങ്ങനെ കഴിച്ച് വരുമ്പോഴാണ് മത്തക്കുരുക്കൾ അവിടെയും പൊന്തുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കാപ്പിയിലത്തെ പാല് മാത്രമല്ല മൊത്തം പാല് ഒഴിവാക്കണം എന്നുള്ളത്. സോ ഞാൻ മൊത്തത്തിലുള്ള പാൽ ഒഴിവാക്കി. എനിക്ക് അതിനോടൊപ്പം തന്നെ എൻ്റെ വെയിറ്റ് ലോസ് നന്നായിട്ട് വരുന്നുണ്ട് പാൽ ഒഴിവാക്കുമ്പോൾ. ഒപ്പം കാപ്പി ഒഴിവാക്കിയപ്പോൾ പിന്നെ പാല് ഞാൻ ഒഴിവാക്കി കേട്ടോ. പിന്നെയുള്ളത് പാൽ ഒഴിവാക്കി, ഒപ്പം കാപ്പി ഒഴിവാക്കിയപ്പോൾ രണ്ടും ഒരുമിച്ചാണ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് വേറൊരു കാര്യം, എൻ്റെ കണ്ണിൻ്റെ അടിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പഫി ഐസായിരുന്നു. ഇങ്ങനെ വീങ്ങി തൂങ്ങി കിടക്കും. എപ്പോഴും കാണുമ്പോൾ കരഞ്ഞ പോലെയാണ് എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവുക. അത് നല്ല രീതിക്ക് തന്നെ റെഡ്യൂസായി. കുറഞ്ഞു എന്നല്ല, എനിക്ക് ജനറ്റിക് ആയിട്ട് ഇവിടെ ഒരു തടിപ്പുണ്ട്. എൻ്റെ അപ്പച്ചനുണ്ട്, എനിക്കുണ്ട്, ഇപ്പം എൻ്റെ പാറുവിനും താഴെ മോൾക്ക് അത് കിട്ടിയിട്ടുണ്ട് എൻ്റെ. അപ്പം അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായ ഓവറായിട്ട് കണ്ണ് കാണാത്ത പോലെ ഒരു കുഞ്ഞു കണ്ണായിട്ട് വന്നിരുന്നു. പക്ഷെ അതിപ്പോൾ നല്ല രീതിക്ക് തന്നെ മാറിയിട്ടുണ്ട്. അതായത് വല്ലാണ്ടില്ല, ചെറുതായിട്ടുള്ളൂ ഇങ്ങനെ ചിരിക്കുമ്പോഴൊക്കെ. ഇത് ഇവിടെ ഇത്ര കട്ടിയായിരുന്നു. പിന്നെ എൻ്റെ മുഖം ഭയങ്കരമായിട്ട് വീങ്ങിയ മാതിരി, അതായത് ഒരു മുഖത്തിനൊരു വീക്കം, പഫിനെസ് ആയിരുന്നു മൊത്തം. നല്ല രീതിക്ക് തന്നെ ബോഡി മൊത്തം മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാപ്പി കൂടി നിർത്തിയപ്പോൾ. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് അഡിക്റ്റഡ് ആണ്, നിങ്ങൾക്ക് നിറയെ ഓയിലി അല്ലെങ്കിൽ ഭയങ്കര പിമ്പിൾസ് ഉള്ള സ്കിന്നാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കും കേട്ടോ. ഇത് രണ്ടാണ് ഞാൻ മെയിനായിട്ട് നിർത്തിയത്. പിന്നെ ഞാൻ വേറെ നിർത്തിയൊരു കാര്യമാണ് മധുരം. മധുരത്തിൻ്റെ ഒപ്പം ഞാൻ ശർക്കര പകരത്തിന് എടുത്തായിരുന്നു. എൻ്റെ ആദ്യത്തെ ഡയറ്റിൽ ഞാൻ എടുത്തായിരുന്നു ശർക്കര. പക്ഷെ 2ാമത്തെ ഡയറ്റിൽ ശർക്കരയും എനിക്ക് വില്ലനായിരുന്നു. കാരണം എനിക്ക് വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നില്ല ശർക്കര എടുത്തപ്പോഴും കഴിച്ചപ്പോഴും. സോ ഞാൻ ഷുഗർ, ശർക്കരയും പഞ്ചസാരയും ഒഴിവാക്കി. ഇത് രണ്ടും ഒഴിവാക്കിയപ്പോൾ
സ്ലോലി സ്കിന്ന് നല്ല രീതിക്ക് തന്നെ റിപ്പയർ ആയി വന്നു തുടങ്ങി. പക്ഷെ അത് 1 മാസം 2 മാസം കൊണ്ടൊക്കെ മനസ്സിലാവുള്ളൂ. പക്ഷെ ചായയും കാപ്പിയും നിർത്തിയപ്പോൾ കുരു പെട്ടെന്ന് മാറി. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. ഒരു 3 ആഴ്ച ആക്കിയപ്പോഴേക്കും കുരു കംപ്ലീറ്റ് ഉള്ളത് പോയി, അതുപോലെ തന്നെ വരാണ്ടായൊക്കെ മനസ്സിലായി. പക്ഷെ ഷുഗർ നിർത്തുമ്പോൾ 1 മാസം കഴിഞ്ഞു 2 മാസമൊക്കെ ആയപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് അത് സ്കിന്ന് കുറേ കൂടി ബെറ്റർ ആവുന്നുള്ളത്. അത് നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു 2-3 മാസം നിർത്തിയാലാണ് മനസ്സിലാവുക. 1 മാസം നിങ്ങൾ കടിച്ചു പിടിച്ച് നിങ്ങൾ ഷുഗർ നിർത്തി കഴിഞ്ഞാൽ, നിർത്താന്ന് പറഞ്ഞാൽ എല്ലാം അതിനങ്ങോട്ട് നിർത്തണ്ട. നമുക്ക് ഡേറ്റ്സ് കഴിക്കാം, നമുക്ക് നാച്ചുറൽ ഫ്രൂട്ട്സ്, മാംഗോ, അതുപോലെ തന്നെ നമുക്ക് ആപ്പിള്, അതുപോലെ തന്നെ ഓറഞ്ച്, ഇതിലൊക്കെ മധുരം ഉണ്ടല്ലോ, ഇതൊക്കെ കഴിക്കാം. ഇതൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഷുഗറുകളാണ് കഴിക്കാം. പക്ഷെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പഞ്ചസാര ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ ഫുഡ്, ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, പേസ്ട്രീസ്, ഷേക്സ്, അങ്ങനെയുള്ള കുക്കീസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. അപ്പം ശർക്കരയും പരമാവധി ഒഴിവാക്കുക കേട്ടോ. നിവർത്തിയില്ലെങ്കിൽ മാത്രമേ ഒരു സ്വല്പം കഴിക്കേണ്ട കാര്യമുള്ളൂ, അത് ഒഴിവാക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ഒരിക്കലൊക്കെ വേണമെങ്കിൽ ചെറിയൊരു മധുരം എടുക്കാം, കംപ്ലീറ്റ് ഒഴിവാക്കണ്ട. ചിലർക്ക് മധുരത്തിനോട് ഭയങ്കര പ്രിയമുള്ളവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് മാസത്തിൽ ഒരിക്കൽ, അത് നോട്ട് ചെയ്യണം, മാസത്തിലൊരിക്കൽ മാത്രം എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ അങ്ങനെയാണ് വിചാരിക്കണത്. മാസത്തിലൊരിക്കൽ എൻ്റെ എന്താ പറയുക വീക്കിലി ചീറ്റ് മീലൊക്കെ ഞാൻ ഒഴിവാക്കി. കാരണം അത് നല്ല വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ. അപ്പോൾ 1 മാസം കടിച്ചു പിടിച്ച് മധുരം ഒഴിവാക്കിയാൽ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ പിന്നെ തിരിച്ചതിലേക്ക് പോവില്ല. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. മധുരം ഒഴിവാക്കുമ്പോൾ തലവേദനയും നമുക്ക് കുറച്ച് സ്ട്രെസ്സും നമ്മുടെ ഹോർമോൺസ് ഒക്കെ നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്യും, പോയി കഴിക്കുക എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പിടിച്ച് നിൽക്കുക, കഴിക്കാൻ തോന്നുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഫ്രൂട്ടൊക്കെ എടുത്ത് കഴിക്കുക. ഓക്കെ, മധുരം ഒഴിവാക്കി. അപ്പം നല്ല വ്യത്യാസമാണ് സ്കിന്നിന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ കൂടുതലായിട്ട് നമ്മൾ ഈ എന്താ പറയുക ചീര, അതായത് പച്ചിലക്കറികൾ, ഇത് കഴിച്ചപ്പോൾ സ്കിന്നിന് നന്നായിട്ട് ബ്രൈറ്റനിങ് തോന്നി തുടങ്ങി. അതായത് നല്ല ഗ്ലോ, അതുപോലെ തന്നെ ബ്രൈറ്റനിങ് ഒക്കെ നാച്ചുറൽ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു വ്യത്യാസമായിരുന്നു. ചീര ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ട് ചീരയുടെ ഒരു ഡ്രിങ്ക് കാണിച്ചിട്ടുണ്ട്. ചീര നമ്മൾ കഴിക്കണം നല്ല, അത് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പം ഈ മഴക്കാലത്ത് ഞാൻ കുറച്ച് സ്റ്റോപ്പ് ആക്കിയിട്ട് അത്ര നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട്. മഴക്കാലത്ത് അങ്ങനെ ചീര ഇലക്കറിയൊക്കെ കഴിക്കുന്നത്. അപ്പം അതുകൊണ്ട് ജസ്റ്റ് കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. എന്നാലും കിട്ടുമ്പോൾ ഇടയ്ക്ക് വാങ്ങും, കംപ്ലീറ്റ് നിർത്തിയിട്ടില്ല. അപ്പോൾ ചീര നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താം കേട്ടോ. അത് ഭയങ്കര നല്ലതാ. ഉപ്പേരി ആവും, ഉപ്പേരിയൊക്കെ നമ്മൾ തോരൻ വെക്കില്ല. ഉപ്പേരി ഞങ്ങൾ തൃശ്ശൂരുകാർ എപ്പോഴും ഉപ്പേരി എന്ന് പറയാം, പക്ഷെ തോരന്ന് ആണ് കുറെ പേര് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഉപ്പേരി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ഞാൻ ഉദ്ദേശിക്കുന്നത് തോരനാന്നിട്ട്. അപ്പോൾ ഈ ഉപ്പേരി എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് മാത്രം കുക്ക് ചെയ്യാം, മൂടി വെച്ചൊരു സ്റ്റവിൽ വേവിച്ച്. അപ്പം തന്നെ തീ ഓഫ് ചെയ്യണം. വല്ലാണ്ട് കുക്ക് ചെയ്ത് അളിപിളിയാക്കരുത്. എപ്പോഴും പിന്നെ തോരൻ വെച്ച് അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചീരയുടെ എന്താ പറയുക കുറച്ച് ഇലകളെടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടൊക്കെ വേണമെങ്കിൽ ജ്യൂസ് അടിച്ച് അങ്ങനെയും കഴിക്കാം, അരിക്കാണ്ട് കഴിക്കാം. അത് നല്ലതാട്ടോ. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അത്രയും നല്ലതായിരുന്നു ഫ്ലാക്സ് സീഡ് നമ്മുടെ എന്താ പറയുക ഫ്ലാക്സ് സീഡ് ഓയിൽ നല്ലതാ, ഫ്ലാക്സ് സീഡ് ജെല്ല് നല്ലതാ. ഇത് സ്കിന്നിനും ഹെയറിനും നല്ലതാ ജെല്ല്. ഓയിൽ നമുക്ക് കുക്കിങ്ങിനൊക്കെ ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ട് ഫ്ലാക്സ് സീഡിൻ്റെ ഓയിൽ കുക്കിങ്ങിന് ഭയങ്കര നല്ലതാണ്. പക്ഷെ എക്സ്പെൻസീവ് ആണ്. അതും നല്ലതാ, നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യാൻ നല്ലതാ, അപ്ലൈ ചെയ്യാൻ നല്ലതാ, ഹെയറിൽ അപ്ലൈ ചെയ്യാൻ നല്ലതാ. ഫ്ലാക്സ് സീഡ് നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാ. അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂണെങ്കിലും ഒരു ദിവസം നമ്മൾ ഫ്ലാക്സ് സീഡ് കഴിക്കുക, അതായത് ഇൻടേക്ക് എടുക്കുക. ഇത് നമുക്ക് ആന്റി ഏജിങ് പ്രോസസ്സിന് ഭയങ്കര നല്ലതാ. അതുപോലെ തന്നെ കൊളാജിനും, അതുപോലെ മൊത്തത്തിൽ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഒമേഗ നന്നായിട്ട് വർദ്ധിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒമേഗ തന്നെ കിട്ടുമ്പോൾ നമ്മുടെ മുടി നല്ല ഷൈനി, ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് വരും. സ്കിന്നാണെങ്കിലും ഗ്ലോയിങ്, അതുപോലെ തന്നെ ജസ്റ്റ് നമുക്ക് കുറച്ച് ദിവസം കൊണ്ടല്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളൊരു ബോട്ടിൽ മേടിച്ച എന്തായാലും ഒരു 3-4 മാസത്തേക്ക് ഉണ്ടാവും ഈ ഫ്ലാക്സ് സീഡ്. ഒരു 1/2 കിലോനൊക്കെ മേടിച്ച അപ്പൊ അതങ്ങോട്ട് കഴിയുന്നവരെ തീർക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിലും അതുപോലെ നമ്മുടെ മുടിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഒമേഗ ഭയങ്കര നല്ലതാണ്. മുടി നല്ലോണം, എത്ര കൊഴിഞ്ഞു പോയ മുടികളൊക്കെ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് ഗ്രോത്ത് ആൻഡ് ഗ്ലോയിങ് സ്മൂത്ത് ആയിട്ട് വരും ഒമേഗ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ. അപ്പൊ അതിനുള്ള നല്ല നല്ല നാച്ചുറൽ മാർഗങ്ങളാണ് ഈ ഫ്ലാക്സ് സീഡ്, അതുപോലെ ഒമേഗ ഉള്ള നമ്മുടെ ഫിഷ് ഐറ്റംസ് കഴിക്കാന്നുള്ളത്. അപ്പൊ അതിപ്പോ എല്ലാവർക്കും യൂസ്ഫുൾ ആണോ കിട്ടുമോ എന്നൊന്നും അറിയില്ലെങ്കിൽ ഇത് നമുക്ക് എന്തായാലും കിട്ടും ഫ്ലാക്സ് സീഡ്. അപ്പൊ അത് ഭയങ്കര നല്ലതാട്ടോ, എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നത്തെ കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. സ്കിന്നിനെ പുറത്തുനിന്ന് മോയ്സ്ചറൈസർ നമ്മൾ കൊടുത്ത് ഹൈഡ്രേറ്റ് ആക്കും, ഉള്ളിൽ നിന്ന് നമ്മൾ ഹൈഡ്രേറ്റ് ആക്കണം സ്കിന്നിനെ. എന്നാലാണ് നമുക്ക് ആ ഒരു എപ്പോഴും ആ ഒരു സ്കിന്നിൽ നമ്മുടെ ഈ ഒരു
പുറമേ കാണുന്ന ഈ ഒരു സ്കിന്നിന്റെ ആ ഒരു മോയ്സ്ചർ ലോക്കായിട്ട് നിൽക്കാനും നല്ല ഹൈഡ്രേഷൻ കിട്ടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ വെള്ളം കൂടി കുറയും തോറും നമുക്ക് വരുന്നൊരു പ്രോബ്ലം, സ്കിന്നിങ്ങനെ ഡ്രൈ ആയി പെട്ടെന്ന് ചുളിവ് വന്ന് നമുക്ക് കുറേ അധികം ഏജ്ഡ് ആയ മാതിരി നമ്മുടെ ബോഡിയിൽ തോന്നിക്കും. ബോഡിയിലത്തെ ആ ഒരു സ്കിന്ന് നോക്കുമ്പോൾ അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് വെള്ളം കുടിക്കണം, മസ്റ്റായിട്ട് വെള്ളം കുടിക്കണം. മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും തണുപ്പ് കാലമാണെങ്കിലും വെള്ളം കുടിക്കുക. അത് നമ്മൾ വെള്ളം തന്നെയായിട്ട് കുടിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്കൊരു നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ഒരു ജീരകവെള്ളമൊക്കെ കുടിക്കാം. പക്ഷെ എപ്പോഴും പച്ചവെള്ളം പച്ചവെള്ളം മീൻസ് നോർമൽ നമ്മൾ കുടിക്കുന്ന ഡ്രിങ്കിങ് വാട്ടർ, അത് ഏറ്റവും നല്ലത് കുടിക്കുക. അത് മസ്റ്റാട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനൊരു വെയിറ്റ് ലോസിന്റെ ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ പറയാൻ വിട്ടുപോയത് ഇതിൽ പറയാം. ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ 0 മധുരമായിട്ടുള്ള ചോക്ലേറ്റാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അത് കഴിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയും. കാരണം ഞാൻ ഓൺലൈനിൽ നിന്നാണ് അത് മേടിച്ചത്. എനിക്ക് ഷോപ്പിൽ നിന്നൊന്നും കിട്ടിയിരുന്നില്ല. ഞാനാകെ നമ്മുടെ സ്മാർട്ടിൽ അങ്ങനെ ചെറിയ കടകളിലേക്ക് കയറാറുള്ളൂ. അത് അവിടെയൊന്നും കണ്ടിരുന്നില്ല, എല്ലാത്തിലും മധുരമുള്ളതായിരുന്നു. സോ ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോൾ 90% കൊക്കോ ആയിട്ടുള്ള ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ മേടിച്ചു. മധുരം ഇല്ല, അത് തിന്നു കഴിഞ്ഞാൽ കയ്പാണ്, കയ്പാണ്. പിള്ളേര് ഇവിടെ അത് ഓൺലൈൻ വഴി വന്ന് പൊട്ടിച്ചപ്പോൾ അത് മിഠായി, പുറമെ കാണും മിഠായി അല്ലേ, പാറും അമ്മും കൂടി പൊട്ടിച്ച് രണ്ടാളും ഓരോ കഷ്ണം വലുതെടുത്ത് വയലിട്ട് അപ്പം തന്നെ ഇങ്ങോട്ട് തുപ്പിട്ടു. കാരണം കയ്പാണ്. അപ്പൊ അത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അങ്ങനെ കഴിക്കാൻ നമുക്ക് കുറച്ച് പാടാണല്ലോ, കയ്പയ്ക്കൊക്കെ തിന്നണ പോലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈത്തപ്പഴല്ലേ, ഡേറ്റ്സ്, അതിന്റെ കുരു കളഞ്ഞിട്ട് അതിനെ ഒരു നമ്മുടെ ചോക്ലേറ്റിനനുസരിച്ചിട്ട് ഞാനെടുത്ത് ഒരു 10 ഡേറ്റ്സ് ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തി വെച്ചു. എന്നിട്ട് അത് കുതിരില്ല പെട്ടെന്ന്. അപ്പൊ നേരെ മിക്സിയിൽ അടിച്ചത് ഒരു തിക്കായിട്ടുള്ളൊരു സോസ് ആക്കി. ഒന്നും ചെയ്തിട്ടില്ലേ, ജസ്റ്റ് ഡേറ്റ്സ് നന്നായി മിക്സിയിൽ അടിച്ച ആ ഒരു കുറുക്ക് പോലെ എടുത്തു. എന്നിട്ട് ഈ കുറച്ച് നട്ട്സ്, നമുക്ക് ആവശ്യത്തിന് വാൾനട്ടും അതുപോലെ ബദാം, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡ്, ഇങ്ങനത്തെ കുറച്ച് നട്ട്സുകൾ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തു. ഒരു 2 മിനിറ്റ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുത്തു. അതായത് എല്ലാം നൈസ് അല്ല, അങ്ങനെ കടിക്കാൻ കിട്ടണ മാതിരി. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ചോക്ലേറ്റ് എടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തു. എന്നിട്ട് അതിലേക്ക് ഒരു സ്വല്പം നമ്മുടെ ബട്ടർ മീൻസ് നമ്മുടെ നെയ്യ്, നല്ല നെയ്യ് ഇട്ട, അതായത് ബട്ടർ അല്ല നെയ്യ് എടുത്തിട്ട് അതിലിട്ടു. ഈ മാറ്റി വെച്ചിരുന്ന ഈത്തപ്പഴം കുറുക്ക് പോലെ ആക്കിയത് അതിൽ ഒഴിച്ചു കൊടുത്തു. ഈ മാറ്റി വെച്ചിരിക്കുന്ന ക്രഷ് ചെയ്ത സംഭവം അതിലിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഡേറ്റ്സ് ഞാനിങ്ങനെ വെറുതെ നുറുക്കിയിട്ടിട്ടൊക്കെ കൂടി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലോണം അത് മെൽട്ടാവും. അടിയിൽ തള വരുമ്പോൾ ഇത് മെൽട്ടാവുമല്ലോ, അങ്ങനെ മെൽട്ടായി ഇത് ഞാനൊരു പാത്രത്തിൽ ചെറുതായിട്ട് നെയ്യ് തടവിയിട്ട് ഇങ്ങനെ ഒഴിച്ചു പരത്തി വെച്ചിട്ട് ഇങ്ങനെ ഉണങ്ങിയപ്പോഴാണ് കട്ട് ചെയ്ത് കേട്ടോ, പരത്തി വെച്ച് അവിടെ വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രീസറിൽ വെച്ചു. എന്നിട്ട് നമ്മളത് പുറത്തെടുത്തപ്പോൾ നല്ല കട്ടിയായി. എന്നിട്ട് നമ്മളങ്ങനെ കഷ്ണമായിട്ട് മുറിച്ചു. നല്ല ടേസ്റ്റ്. മധുരം വേറെ ചേർത്തിട്ടില്ല, ഈത്തപ്പഴത്തിന്റെ മധുരം അതിലുള്ളൂ. അടിപൊളി സാധനം. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഷുഗർ ക്രേവിങ്സും ഭയങ്കര കൂടുതലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് കിടുവാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത എൻ്റെ ഫോട്ടോസ് ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. വീഡിയോ ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ കാണിക്കാം, ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെക്കാം കേട്ടോ, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നല്ലതാ. പക്ഷെ എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് കിട്ടാനാണ് പാട്, കാരണം അത് ഈ ഓൺലൈൻ വഴി വരണം. അപ്പൊ ചില സമയത്ത് ഈ ആമസോണിൽ ഇപ്പൊ മഴക്കാലൊക്കെ ആണെങ്കിൽ വന്ന സാധനം തിരിച്ചും പോകുന്നുണ്ട്, നമ്മുടെ കയ്യിലെത്താണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ കയ്യിലില്ല, അതാണ് ഇപ്പൊ എടുത്ത് കാണിക്കാത്ത. ഇപ്പൊ ഇനി വീണ്ടും ഓർഡർ ചെയ്തിട്ടൊക്കെ വേണം. നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കണതേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഓർഡർ ചെയ്യണം. അപ്പോൾ അത് നല്ലതാ. ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്ന നമ്മുടെ ക്രേവിങ്സിനും നല്ലതാ, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും നല്ലതാ കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഇതിൽ ഡൗട്ടോ വല്ലതും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബൈ, ടേക്ക് കെയർ. പിന്നെ ഡാർക്ക് ചോക്ലേറ്റിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ ആമസോണിൽ നിന്നാണോ അതോ ഫ്ലിപ്കാർട്ടിൽ നിന്ന്? ആമസോണിൽ നിന്ന് മേടിച്ചു കേട്ടോ. പക്ഷെ ഫ്ലിപ്കാർട്ടിൽ അതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ താഴെ വെക്കാം. ബൈ, ടേക്ക് കെയർ. ലവ് യു ഓൾ.